T20 ലോകകപ്പിൽ നാളെ ഇന്ത്യ അമേരിക്കയെ നേരിടുമ്പോൾ പ്ലേയിംഗ് 11-ൽ കാതലായ മാറ്റങ്ങൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കൊണ്ടുവന്നേക്കും. രണ്ട് മത്സരങ്ങളിലും നിറമങ്ങിയ സൂര്യകുമാർ യാദവും ശിവം ദുബെയും പുറത്തിരിക്കും. ബാറ്റിംഗ് ഓർഡറിലും മാറ്റങ്ങൾ കൊണ്ടുവരും. പിച്ചിന്റെ പ്രശ്നമാണ്. പേസ് ബൗളർമാരെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന വിക്കറ്റാണ്. എന്നാലും സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഇന്ത്യൻ ബാറ്റർമാർ തുനിഞ്ഞില്ല എന്നതാണ് വിമർശനം. രണ്ട് മത്സരങ്ങളിലും ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തത് ഋഷഭ് പന്ത് മാത്രമാണ്. ഓപ്പണറുടെ റോളിലെത്തിയ വിരാട് കോഹ്ലി രണ്ട് മത്സരങ്ങളിൽ നിന്ന് ആകെ നേടിയത് 5 റൺസ്. അയർലൻഡിനെതിരെ അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ 13 റൺസിന് പുറത്തായി. മധ്യനിരയിലെ സ്ഥിരതയില്ലായ്മയാണ് ഇന്ത്യക്ക് വിനയാകുന്നത്. രണ്ട് മത്സരങ്ങളിലും സൂര്യകുമാർ യാദവ് പരാജയമായിരുന്നു. പാകിസ്ഥാനെതിരെ 7-ഉം അയർലൻഡിനെതിരെ 2 റൺസുമാണ് സമ്പാദ്യം. അയർലൻഡിനെതിരെ ശിവം ദുബെ ബാറ്റിംഗിന് അവസാന നിമിഷം ഇറങ്ങിയെങ്കിലും റൺസ് കണ്ടെത്താനായിരുന്നില്ല. പക്ഷേ പാകിസ്ഥാനെതിരായ നിർണായക മത്സരത്തിൽ 9 പന്തുകൾ നേരിട്ട് 3 റൺസ് മാത്രമാണ് കണ്ടെത്തിയത്. ബൌളിംഗിന് കൂടി ഉപയോഗപ്പെടുത്താമെന്ന് കരുതിയിരുന്നെങ്കിലും കഴിഞ്ഞ 2 മത്സരങ്ങളിലും ദുബെ പന്തെറിഞ്ഞിരുന്നില്ല. 4-ാം നമ്പറിൽ അക്സർ പട്ടേലിനെ പരീക്ഷിക്കേണ്ടി വന്നു ക്യാപ്റ്റൻ രോഹിത്തിന്. 18 പന്തിൽ 20 റൺസ് അക്സർ പട്ടേൽ നേടിയെങ്കിലും മികച്ചൊരു ഇന്നിംഗ്സ് കാഴ്ചവെക്കാനായിട്ടില്ല. അമേരിക്കയ്ക്കെതിരായ മത്സരത്തിൽ യശസ്വി ജയ്സ്വാളും സഞ്ജു സാംസണെയും പ്ലേയിംഗ് 11-ൽ കൊണ്ടുവന്നേക്കും. അങ്ങനെയെങ്കിൽ വിരാട് കോഹ്ലി 1 ഡൗണായും 4-ാം നമ്പർ ഋഷഭ് പന്തും ഇറങ്ങും. യശസ്വി ജയ്സ്വാൾ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറായി ഇറങ്ങും. ന്യൂയോർക്കിലെ പിച്ചിൽ ഇന്ത്യക്കിനി ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. വേൾഡ് കപ്പ് ഡെസ്ക്, മീഡിയ 1.